നമസ്കാരം. ഒരു മുന്നറിയിപ്പുമില്ലാതെ പാകിസ്ഥാൻ കഴിഞ്ഞ മാസമാണ് ഇന്ത്യക്കെതിരെ വലിയ തോതിലുള്ള പ്രതിരോധം തീർത്തത്. അതായത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പഹൽഗാം സന്ദർശിക്കാനെത്തിയ ആളുകൾക്കെതിരെ വിനോദസഞ്ചാരികൾക്കെതിരെ ഒരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു വെടിയുതിർക്കലിൽ ഏകദേശം 26ഓളം പേരാണ് മരണമടഞ്ഞത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കും എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. അതിൻ്റെ ആദ്യ പ്രതികരണം എന്ന നിലയിൽ സിന്ധു നദീജല കരാർ അത് റദ്ദാക്കുന്ന നടപടിയിലേക്കാണ് ഇന്ത്യ പോയത്. പിന്നീട് 15 ദിവസത്തിന് ശേഷം ശക്തമായ രീതിയിൽ പാകിസ്ഥാനിലെ ഭീകര ആക്രമണ കേന്ദ്രത്തിന് നേരെ ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. എന്നാൽ ഈ നദീജല കരാർ റദ്ദാക്കിയത് ഈ തിരിച്ചടിയേക്കാൾ കൂടുതൽ മാരകമായ പരുക്കുകളാണ് പാകിസ്ഥാനെ ഏൽപ്പിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഈ സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കണം, അത് റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണം, തങ്ങൾക്ക് വലിയ തോതിലുള്ള വൈഷമ്യങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്നാണ്. അത് പുനഃപരിശോധിക്കാമെന്നുള്ള നടപടിയിലേക്ക് ഏകദേശം ഇന്ത്യ ഒരു ധാരണയിലെത്തിയെങ്കിലും പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അത് പരോക്ഷമായിട്ടും നേരിട്ടുമൊക്കെയുള്ള പ്രകോപനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി സിന്ധു നദീജല കരാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ അത് പുനഃപരിശോധിക്കില്ല, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ഇന്ത്യ തീരുമാനിക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, പാകിസ്ഥാനെതിരെ ഇന്ത്യ പല വിധത്തിലുള്ള പ്രതിരോധം തീർക്കുവാനായിട്ട് അന്നേ പ്രതിരോധം തീർത്തിരുന്നു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ പൂട്ടുക എന്നതാണ്. അതാണ് ആദ്യം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിലൂടെ ഇന്ത്യ നേടിയെടുത്തത്. പിന്നാലെ പാക് പൗരന്മാർക്ക് വിസ നൽകുന്നത് റദ്ദാക്കുകയുണ്ടായി. അട്ടാരി വാഗ അതിർത്തി അടച്ചു, നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കി, വ്യാപാര ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാവിധ വ്യാപാര ബന്ധങ്ങളും ഒഴിവാക്കുകയും ചെയ്തു. അന്ന് പാകിസ്ഥാൻ ഇത് വലിയ തോതിലുള്ള തിരിച്ചടിയായെങ്കിലും ഒട്ടും അടങ്ങിയിരിക്കാൻ പാകിസ്ഥാനും തയ്യാറായിരുന്നില്ല. അവരും ഷിംല കരാർ റദ്ദാക്കിയും വ്യോമപാത അടച്ചും പാകിസ്ഥാനും പ്രതിരോധം തീർക്കുകയുണ്ടായി. പാകിസ്ഥാൻ സൈന്യം അതിർത്തികളിൽ വെടിനിർത്തൽ ലംഘനം വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഇതാണ് ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിക്കുന്നത്, ഇന്ത്യക്ക് വീണ്ടും കനത്ത തിരിച്ചടിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പുനഃപരിശോധന നടത്തണം എങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ആയേ തീരൂ. അതായത് പാകിസ്ഥാൻ്റെ ഈ പ്രകോപനത്തിന് എന്തെങ്കിലും ഒരു അറുതി വന്നാൽ മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ പുനഃപരിശോധിക്കൂ എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യയുടെ സഹായമില്ലാതെ യാതൊരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, ആഭ്യന്തര കലഹങ്ങളൊക്കെ ഉടലെടുത്തിരിക്കുന്നു. അവിടെ കൃഷിഭൂമികൾ വറ്റിവരണ്ടിരിക്കുന്നു. പല കർഷകരും അവരുടെ കൃഷിഭൂമിക്ക് മുന്നിലിരുന്ന് വിലപിക്കുന്ന പടങ്ങൾ, വീഡിയോകളൊക്കെ രംഗത്ത് വരാൻ തുടങ്ങി. മാത്രവുമല്ല, അവിടുത്തെ വ്യവസായ കേന്ദ്രങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നു. കുടിവെള്ളമില്ലാതെ ജനം വലയുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റുമായിട്ട് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ സിന്ധു നദീജല കരാർ ഒന്ന് പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രാലയത്തിന് പാകിസ്ഥാൻ മന്ത്രാലയം കൈമാറിയത്. എന്നാൽ ഇപ്പോഴും അതിനെക്കുറിച്ച് യാതൊരു തീരുമാനവും എടുക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അത് കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ നിരന്തരമായി ഇപ്പോൾ പുനഃപരിശോധിച്ച് ആ സിന്ധു നദീജല കരാർ വീണ്ടും പഴയ പോലെ ആക്കിയാൽ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും വീണ്ടും പ്രകോപനമുണ്ടാകുമെന്ന് ഇന്ത്യക്കറിയാം. കാരണം അത്തരത്തിലുള്ള ഇന്ത്യയെ തക്കം കിട്ടുമ്പോഴൊക്കെ പതിയിരുന്ന് ആക്രമിക്കാൻ, ഇന്ത്യക്കെതിരെ പ്രതിരോധം തീർക്കാൻ സുസജ്ജമായിരിക്കുന്ന ഒരു സേനയെയും ഭീകരന്മാരെയുമാണ് പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ എന്നുള്ള നിലപാടിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. അത് മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു മധ്യസ്ഥ തല ചർച്ചയ്ക്കാണ് ഇന്ത്യ ഇനി മുൻതൂക്കം നൽകുന്നത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇത് ഈ പുനഃപരിശോധിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ കുടിവെള്ളം നിഷേധിക്കുന്ന കാര്യത്തിലേക്ക് ഇന്ത്യക്ക് പോകാൻ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇത് പുനഃപരിശോധിക്കുക അല്ലെങ്കിൽ പുനഃസംവിധാനം ഏർപ്പെടുത്തിയാൽ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകും, പ്രതിരോധമുണ്ടാകും എന്നൊക്കെ ഇന്ത്യക്ക് കൃത്യമായിട്ടറിയാം. അതിനു മുൻപ് പഹൽഗാമിൽ ഒരു പ്രകോപനവുമില്ലാതെയാണ് പാകിസ്ഥാൻ വലിയ തോതിലുള്ള ആക്രമണം ഇന്ത്യക്കെതിരെ തൊടുത്തുവിട്ടത്. അതുപോലെയുള്ള ആക്രമണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിനൊരു പോംവഴി, ഒരു പരിഹാരം, ശാശ്വതമായ പരിഹാരം ഉണ്ടാകാതെ ഇനി സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കില്ല എന്ന് കർക്കശമായി കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ നിലപാട് എന്താണ് എന്ന് അറിയാനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഇന്ത്യ എന്നത് വ്യക്തമാണ്. അത് കർക്കശമായൊരു നിലപാടാണ്. ഇത് BJP സർക്കാരിന് അല്ലെങ്കിൽ മോദിക്ക് അല്ലാതെ എടുക്കാൻ ഇത്രമാത്രം കർക്കശമായ
ഒരു നിലപാടെടുക്കാൻ സാധ്യമല്ല എന്ന് പ്രതിപക്ഷത്തിന് പോലും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും എല്ലാ രാജ്യം ഒന്നാകെ മോദിക്ക് ശക്തമായ പിന്തുണ ഈ കാര്യത്തിൽ നൽകിയിരിക്കുകയാണ്. ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു കാരണമില്ലാതെ ഒരു പ്രകോപനമുണ്ടായാൽ ഉണ്ടാകാതെ ഇരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകണം. ആ ഒരു പരിഹാരമുണ്ടായാൽ മാത്രമേ ഇനി ഈ സിന്ധു നദീജല കരാർ, നമ്മുടെ ഇരിക്കുന്ന ഏറ്റവും വലിയ വെപ്പണാണത്, ഏറ്റവും വലിയ ആയുധമാണ്, പാകിസ്ഥാനെ എതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ആയുധം എന്ന നിലയ്ക്ക് ഇനി ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ തങ്ങൾ ഇത് പുനഃപരിശോധിക്കില്ല എന്ന വ്യക്തമായ നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്നതിൽ നമുക്ക് അഭിമാനിക്കുക തന്നെ വേണം. കാരണം ഇത്തരത്തിലുള്ള ശക്തമായ നിലപാടുകളുമായി ഒരു രാജ്യം മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. നമ്മുടെ വിനോദസഞ്ചാര മേഖല പാടെ തകരും. ജമ്മു കാശ്മീർ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഭീകരന്മാർ നുഴഞ്ഞു കയറുമ്പോൾ നമ്മുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം, നമ്മുടെ ജീവനുകൾക്കും അതായത് ഇന്ത്യയിലുള്ള ആളുകളുടെ ജീവനുണ്ടാകുന്ന നഷ്ടം, അതൊക്കെ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിനൊക്കെ കാരണം പാകിസ്ഥാൻ്റെ പ്രകോപനപരമല്ലാത്ത രീതിയിലുള്ള ഈ ആക്രമണം തന്നെയാണ്. ഇന്ത്യയെ ഏത് വിധേനയും തൂക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്ന പാകിസ്ഥാൻ്റെ നിലപാട് മാറ്റിയാൽ മാത്രമേ ഇന്ത്യക്ക് ഇതിനെക്കുറിച്ച് ഒരു പുനഃപരിശോധന സാധ്യമാകൂ എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ഇന്ത്യ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് ശ്ലാഘനീയം തന്നെയാണ്.